ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ഈ പറയുന്ന ന്യൂട്ടണോ, ഈ പറയുന്ന ടെസ്ല, നെസ്ലോ, ഇവരൊന്നും അല്ല എന്റെ. അതായത് ഈ പറയുന്ന ഇവരെല്ലാവരും നമ്മുടെ മുമ്പിൽ വലിയ ശാസ്ത്രജ്ഞനാക്കിയതും ഒരു സുപ്രീം അതോറിറ്റി ആക്കിയതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതായത് അവരെന്തടിച്ചു തരുന്നു നമ്മുടെ വെറും ജോലിക്കാരാക്കാനുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. ഞാൻ പഠിച്ച എല്ലാത്തിലും എനിക്ക് ഫസ്റ്റ് തന്നെയാണ്. ഓക്കെ, കെമിക്കൽ എഞ്ചിനീയർ തൊട്ട് 10ാം ക്ലാസ് മുതലേ എനിക്ക് എല്ലാത്തിലും ഫസ്റ്റ് തന്നെയാണ്. പഠിപ്പിയല്ല, എന്നാലും എനിക്ക് ഫസ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തിറങ്ങിയാലും എനിക്ക് അതിൽ വിജയം കൊയ്യണം. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. വിജയം 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 വിജയം. അപ്പൊ എന്റെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യമാണ് എന്റെ ആ ഒരു ഡ്രീം. അതായത് ലോകത്തിലെ എല്ലാവരുടെ പഠനാസുഖവും മാറി ഭൂമിയെ കംപ്ലീറ്റ് ആയിട്ട് പച്ച പതപ്പിച്ച് സമസ്ത പ്രപഞ്ചത്തിനും ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാം പരിശുദ്ധമായിരിക്കും. ഈ പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തായിരിക്കില്ല. അപ്പോ ഞാൻ പറഞ്ഞില്ല, എന്റെ ഗുരുക്കളെല്ലാം ഈ പുറകെ കാണുന്ന ആൾക്കാരെല്ലാം തന്നെയാണ്. അതായത് ഈ പറയുന്ന ഗുരുദേവനാണെങ്കിലും നമ്മുടെ ഋഷിമാരാണെങ്കിലും വേദങ്ങളാണെങ്കിലും. കാരണം ഈ പറയുന്ന സയൻസ് വളർന്നിട്ട് ഈ പറയുന്ന 100 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഈ പറയുന്ന മെഡിക്കൽ സയൻസ് ആണെങ്കിലും ഈ പറയുന്ന എന്തൊരു സയൻസ് ആണെങ്കിലും. പക്ഷെ ഇതെല്ലാം മുൻകൂട്ടി തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം വേദങ്ങളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ്. ഈ പറയുന്ന അപ്പൂമാരും ഈ പറയുന്ന വിഡ്ഢികളായ വെളുത്ത അല്ലെ, നിങ്ങളെല്ലാം ഗുരുദേവനെല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആരെയും അധികമായിട്ട് അനുകരിക്കരുത്. ഓക്കെ, നമ്മളെല്ലാം അനുകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഫോറിനേഴ്സിനെയാണ്. അതായത് വെറും വിഡ്ഢികളായിട്ട് വളർന്നു വന്ന ഫോറിനേഴ്സിന്റെ കൾച്ചർ എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഞാൻ ഇല്ലാക്കും. ഓക്കെ, റിലാക്സേഷൻ അഭയം പ്രാപിക്കുന്നവരെ അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ മാറ്റിക്കിന്റെ ആ ഒരു പവറിൽ എത്തിക്കഴിയുമ്പോൾ സമസ്ത പ്രപഞ്ചവും നമ്മൾ എങ്ങനെയാണോ പണ്ട് വളർന്നു വന്നത് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് സംഘടിച്ച് ശക്തരാകും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഗുരുദേവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് രാജസ്ഥാനിൽ അവർ എത്തനോൾ പ്ലാന്റ് എല്ലാം അവിടുത്തെ ഫാർമേഴ്സ് എല്ലാം കൂടി പൊളിച്ചോണ്ടിരിക്കുക. കാരണം അവരുടെ വെള്ളം നശിപ്പിക്കുന്നു, അവരുടെ കൃഷി എല്ലാം നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അവർ സംഘടിച്ചു ആ ഒരു എത്തനോൾ പ്ലാന്റ് അങ്ങ് ഇല്ലാതാക്കി. ഈ പറയുന്ന എത്തനോൾ പ്ലാന്റ് തന്നെയാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി അവരെ ഏറ്റവും യൂസ് ചെയ്യുന്ന കാര്യം. എത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പിൽ നിന്ന് എടുക്കണം. അപ്പൊ കരിമ്പ് ആ ഒരു എത്തനോളിന് വേണ്ടി പോയി കഴിഞ്ഞാൽ പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടി പിന്നെയും കെമിക്കലിലൂടെ ഇറങ്ങും. അങ്ങനെ പഞ്ചസാര നമ്മൾ കഴിക്കുന്തോറും നമുക്ക് ഷുഗർ വരും. ഈ പറയുന്ന എല്ലാവിധ അൽഷിമേഴ്സും കാര്യങ്ങളെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത് ഷുഗറില്ല. കാരണം ഷുഗർ അല്ലാതെ ഒരു കെമിക്കൽ സോൾട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ലെല്ലാം ദ്രവിച്ചു പോകുന്നു. അതായത് പുതിയൊരു ജനറേഷൻ ഉണ്ടാവില്ല. ഇതെല്ലാം വളരെ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മെഡിക്കൽ സയൻസ്, നമ്മുടെ ശരീരം കുത്തി തിന്നുന്ന ആ ഒരു, ഇപ്പൊ ഒരു ആംബുലൻസ് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ സൈറൻ കേൾക്കുമ്പോൾ ചിന്തിക്കും ഓ എമർജൻസി ആയിട്ട് പോകാൻ വേണ്ടി. പക്ഷെ അതല്ല അതിന്റെ ലക്ഷ്യം. ആ ഒരു സൈറൻ എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസിയാണ്. ആ ഒരു ഹൈ ഫ്രീക്വൻസി ആ ഒരു പേഷ്യന്റ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ടെൻഷൻ ഹോർമോൺ കൂടും, ഹാർട്ട് റേറ്റ് കൂടും. അതൊരു 5 ദിവസം കൊണ്ട് മാറേണ്ട അസുഖം 10 ദിവസവും. അപ്പൊ 10 ദിവസത്തെ കൂടി ആ ഒരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ വീഴും. ഇതെല്ലാം ഹൈലി നോളജ് ആണ്. കാരണം ഞാൻ ഈ ശരീരത്തെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ കണക്ട് ചെയ്തിരുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന വേദങ്ങൾ, ഈ പറയുന്ന ക്വാണ്ടം ഫിസിക്സ് എല്ലാം നമ്മുടെ വേദങ്ങളുടെ തന്നെ ഒരു ചെറിയ കൺവേർഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വേദങ്ങൾ തന്നെയാണ്, നമ്മുടെ ആധുനികമായ സംസ്കാരം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്തരം പ്രശ്നം വരും എന്നുള്ളത് 100-150 വർഷം മുമ്പ് ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളാണ്. അഷ്ടസ്ഥിതികളിൽ ഈ പറയുന്ന കൃഷി, ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക, അപ്പൊ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്.